നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി പോലെയുള്ള പാലപ്പത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മപ്പാസിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ ഇത്. മാവ് അരയ്ക്കുന്ന സമയത്തും ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ മപ്പാസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഈ മപ്പാസിൻ്റെയും റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പച്ചരി ഇട്ട് കൊടുക്കുക. നമ്മൾ അപ്പമെല്ലാം ഉണ്ടാക്കുന്ന ഏതരി കൊണ്ടാണോ നമ്മൾ സാധാരണ അപ്പമെല്ലാം ഉണ്ടാക്കുന്നത് അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് അരയ്ക്കാനുള്ള വെള്ളം ആണ് ഉപയോഗിക്കുന്നത്. അരയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുതിരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഇത് തുറന്ന് നോക്കിയിട്ട് കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ. അരിയെല്ലാം കുറച്ചൊന്ന് വലുതായി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരുന്ന അരി പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 കപ്പ് നമ്മൾ സാധാരണ വയ്ക്കുന്ന ചോറ്, ആ ചോറ് കുത്തിരി ചോറാണ്, ആ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെള്ളരിയുടെ ചോറ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വൈറ്റ് കളറ് കിട്ടും. ചോറിട്ടിരിക്കുന്ന അതേ അളവിൽ തന്നെ ചെറിയ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് പകുതി ആദ്യത്തെ സെറ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി പകുതിയും കൂടെയും അരച്ചെടുക്കും. ഇതേപോലെ തന്നെ അതേ അളവിൽ ചോറും അതേ അളവിൽ തേങ്ങയും ചേർത്തിട്ട് ബാക്കി പകുതി കൂടെ അരച്ചെടുക്കാൻ പോവുകയാണ്. ബാക്കി പകുതിയും കൂടിയും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളരിയുടെ ചോറ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം കുറച്ചും കൂടി നല്ല വെയിറ്റ് കളറി കിട്ടും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ അരി വെള്ളത്തിലിട്ട സമയത്ത് തന്നെ ഒരു തേങ്ങയുടെ വെള്ളം ഞാനൊരു കപ്പിലൊഴിച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് വെച്ചിരുന്നു. ഒരു 4-5 മണിക്കൂർ നമ്മൾ ഈ അരി എന്തോരം സമയം കുതിർന്നോ അത്രയും സമയം തന്നെ ഇതും വെച്ചിരുന്നു. അപ്പോൾ പഞ്ചസാര എല്ലാം അതിലേക്ക് അലുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളം കൂടെയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും അപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇഡലി മാവിനേക്കാളും ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി ഇത് പൊളിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ അരച്ച് വയ്ക്കാം. 8-10 മണിക്കൂർ കഴിയുമ്പോൾ മാവ് ഇതുപോലെ ഇങ്ങനെ പുളിച്ചിരിക്കും. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ ഉപ്പ് ചേർത്തിരുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അപ്പത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് ഒരു തവി വെച്ചിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തുനിന്നും എല്ലാം എടുത്ത് ശരിക്ക് വടിച്ചെടുത്തിട്ട് മാവ് ശരിക്ക് പൊങ്ങിയിരിക്കുന്നതും അതെല്ലാം ശരിക്ക് ചേർത്ത് വടിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് ഒരു 2-3 മിനിറ്റും കൂടെ ശരിക്കൊന്ന് അടച്ചു വയ്ക്കുക. അതുപോലെ ഇങ്ങനെ ഇരിക്കും മാവ്. ഇത്ര ലൂസായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യണം. അപ്പോഴേ നമുക്ക് ശരിക്ക് അപ്പച്ചട്ടിയിലിട്ടിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം കൂടെയും ഒന്ന് അടച്ചു വയ്ക്കണം. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിരുന്നു. അതിന് ശേഷം ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പച്ചട്ടിയിലേക്ക് നമ്മൾക്ക് ഈ മാവ് മേലേന്ന് തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മേലേന്ന് തന്നെ ഒട്ടും ഇളക്കാതെ അടി ചേർത്ത് ഇളക്കാതെ മേലേന്ന് തന്നെ കോരി ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം അപ്പത്തിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ചുടാനായിട്ട് ഇതുപോലെ ഇങ്ങനെ അപ്പച്ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതൊരു 1-2 മിനിറ്റ് ഇതൊന്ന് ചെറിയ ചൂടിൽ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെറുതെ കൈ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ അപ്പം. അത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ എടുക്കുകയാണ്. നല്ല പഞ്ഞി പോലെയുള്ള പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയാൽ മാത്രമേ ഇത് എന്തോരം സോഫ്റ്റാണെന്ന് അറിയുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് കറി തയ്യാറാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മപ്പാസ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരാം. അതിനായിട്ടൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 മീഡിയം സൈസിലുള്ള സവാള നമ്മൾ സാമ്പാറിനെല്ലാം മുറിക്കുന്ന അതേ വലിപ്പത്തിൽ മുറിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് സൈസിലെ വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പച്ചമണം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് അതുപോലെ ഇങ്ങനെ കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 2 ക്യാരറ്റ് സ്ക്വയറായിട്ട് മുറിച്ചത് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 ഉരുളക്കിഴങ്ങ് നമ്മൾ സാമ്പാറിനെല്ലാം മുറിക്കുന്ന അതേ വലിപ്പത്തിൽ തന്നെ മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിയതാണിത്. നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കാം. ഞാനിപ്പോൾ സാധാരണ ഗ്രീൻ പീസ് കുതിർത്തിയതാണ്, അതുകൊണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് ചെറിയൊരു തക്കാളി മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒരുപാട് ആവണ്ട. അതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഗരം മസാല ചേർക്കുന്നത് ശരിക്കും ഇതിലൊന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹോൾ മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക അതെല്ലാം ആദ്യം എണ്ണയിൽ ഉള്ളിയുടെ കൂടെ തന്നെ മൂപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗരം മസാലയുടെ പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാല അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗരം മസാല മറക്കരുത് കേട്ടോ. അപ്പോൾ ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് തിന്നായിട്ടുള്ള 2ാമത്തെ തേങ്ങാപ്പാലാണിത്. അപ്പോൾ 2ാം തേങ്ങാപ്പാൽ ഇതൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചക്കറികളെല്ലാം വേവാൻ ആവശ്യമുള്ള വെള്ളം ഇതിനായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. 2-3 വിസിലിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഇപ്പോൾ കറി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതെല്ലാം പച്ചക്കറികൾ, ഇതെല്ലാം ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് നോക്കാം. ഗ്രീൻ പീസ് അതുപോലെ ഇങ്ങനെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് കടുക് വറുക്കണം. കടുക് വറുക്കുന്നത് നമ്മൾ നെയ്യിലാണ്. നമ്മൾ ഈ കറി ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയിലാണ്. കടുക് വറുക്കാൻ പോകുന്നത് നെയ്യിലാണ് കേട്ടോ. അപ്പോൾ നെയ്യിൽ കടുക്, ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ശരിക്കും ഒന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം കടുക് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1-ാം പാല് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ കട്ടിയുള്ള പാലാണ്, കട്ടിപ്പാലാണ്. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം അതും ശരിക്കും അതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആ ഫസ്റ്റ് തേങ്ങാപ്പാൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കറിയുടെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ മപ്പാസും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മപ്പാസ്. വെള്ളം എല്ലാം ശരിക്കും പാകത്തിനായിട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ അപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ കറി ഒന്ന് ചൂട് ശരിക്കും ഒന്ന് ആറിപ്പാകാതിരിക്കാനായിട്ട് ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അപ്പമായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ അതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്രയും സമയം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ അപ്പവും മപ്പാസും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസൊക്കെ വരികയാണ്. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വേറെ റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും താങ്ക്